ജീവിതത്തെ എന്നേക്കുമായി പൂർണ്ണമായും മാറ്റിമറിക്കാൻ ശക്തിയുള്ള ഒരു തത്വമാണ് മിറർ പ്രിൻസിപ്പിൾ, കണ്ണാടി തത്വം. ഈ വലിയ മാറ്റത്തിന് ഒരു പ്രത്യേക ടെക്നിക്കോ പ്രവർത്തനങ്ങൾ ആവശ്യമുള്ള തന്ത്രങ്ങളോ ആവശ്യമില്ല. ഈ തത്വം നിങ്ങളാവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ടതാണ്. ഉദാഹരണത്തിന്, ഒരു കോടീശ്വരനാവുക എന്നതാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ അത് പുറത്ത് സംഭവിക്കുന്നതിന് മുൻപ് നിങ്ങൾ ഉള്ളിൽ ഒരു കോടീശ്വരനായി മാറണം എന്നതാണ് സത്യം. അല്ലെങ്കിൽ പ്രശ്നം നിങ്ങളിലാണെന്ന് കരുതി നിങ്ങൾ ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് ചാടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഈ തത്വത്തിലെ ആദ്യ പാഠം നിങ്ങൾ ഉള്ളിൽ മാറിയില്ലെങ്കിൽ പുറത്തുള്ളതൊന്നും മാറില്ല എന്നതാണ്. ഇതാണ് മിറർ പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനം. ഈ തത്വത്തിൽ നിങ്ങൾ വൈദഗ്ധ്യം നേടിയാൽ നിങ്ങൾ തൊടുന്നതെല്ലാം സ്വർണമായി മാറും. എന്നിരുന്നാലും ഇതിന് നിങ്ങളുടെ സ്വന്തം പ്രതിബിംബത്തെയും ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത വാക്കുകളെയും ഉൾപ്പെടെ നിങ്ങളുടെ ഉള്ളിലെ പിശാചുക്കളെ നേരിടേണ്ടിവരും. നിങ്ങൾ ഒരു വലിയ മാറ്റത്തിന് തയ്യാറാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഈ വീഡിയോയിൽ ഞാൻ ഇന്നും പരിശീലിക്കുന്ന ഒരു പ്രധാന വ്യായാമവും നിങ്ങളുമായി പങ്കുവയ്ക്കുന്നുണ്ട്. അതിനാൽ ഇന്ന് നമ്മൾ ഈ തത്വം എന്താണെന്നും അതെങ്ങനെ നിങ്ങളുടെ ജീവിതം മാറ്റാൻ കഴിയുമെന്നും മനസ്സിലാക്കാൻ പോകുന്നു. യാഥാർത്ഥ്യമെന്നത് നിങ്ങളും ലോകവും തമ്മിലുള്ള ബന്ധത്തെ, അല്ലെങ്കിൽ യാഥാർത്ഥ്യവുമായി തന്നെയുള്ള ബന്ധത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു കണ്ണാടിയാണ്. നിങ്ങളുടെ ഉള്ളിലെ ലോകവും പുറമേയുള്ള ലോകവും. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? നമുക്ക് വീണ്ടും കോടീശ്വരനാകുന്ന ഉദാഹരണത്തിലേക്ക് പോകാം. പണം സമ്പാദിക്കാൻ എനിക്ക് കഴിവില്ല, ഞാൻ അതിനത്ര മിടുക്കനല്ല എന്നൊരു ബന്ധമാണ് നിങ്ങൾ പണവുമായി പുലർത്തുന്നതെങ്കിൽ യാഥാർത്ഥ്യത്തിന്റെ കണ്ണാടി പറയും, ഓ, നിങ്ങൾ വിശ്വസിക്കുന്നത് അതാണോ? അങ്ങനെ തന്നെയാകട്ടെ. നിങ്ങൾ എന്തുകൊണ്ട് പണം സമ്പാദിക്കാൻ കഴിവുള്ളവനല്ല എന്നതിന്റെ കൂടുതൽ തെളിവുകളിതാ. തൽഫലമായി നിങ്ങളുടെ ഈ വിശ്വാസത്തെയും നിങ്ങൾ പറയുന്ന കാര്യങ്ങളെയും സ്ഥിരീകരിക്കുന്ന കൂടുതൽ സാഹചര്യങ്ങൾ ജീവിതം നിങ്ങൾക്ക് നൽകും. അതുകൊണ്ട് ഈ പ്രധാന കാര്യം നിങ്ങൾ ഓർക്കണം: പുറമേയുള്ള ലോകം ഒരു പ്രതിബിംബം മാത്രമാണ്. അത് നമ്മുടെ ഉള്ളിലെ ലോകത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ലോകം ശ്രദ്ധയോടെ നോക്കിയാൽ മിക്ക ആളുകളും സാങ്കേതികവിദ്യയിലും സോഷ്യൽ മീഡിയയിലും തിരക്കിട്ട ജീവിതത്തിലും മുഴുകിയിരിക്കുന്നതായി വ്യക്തമാണ്. നമ്മളിൽ പലർക്കും നമ്മുടെ ഉള്ളിലുള്ള വിവേകവുമായുള്ള ബന്ധം നഷ്ടമായിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്താൻ സഹായിക്കുന്ന 4 താക്കോലുകൾ നമുക്ക് പരിശോധിക്കാം. ഉദാഹരണത്തിന്, നമ്മൾ ആകർഷണ നിയമം, ലോ ഓഫ് അട്രാക്ഷൻ പഠിക്കുമ്പോൾ യാഥാർത്ഥ്യം ഒരു കണ്ണാടിയാണെന്നും നമ്മൾ ആ കണ്ണാടിയിൽ എന്താണ് ചെയ്യുന്നത് എന്നും സാധാരണയായി പറയാറുണ്ട്. മിറർ പ്രിൻസിപ്പിളിന്റെ ആദ്യത്തെ പ്രധാന താക്കോൽ യാഥാർത്ഥ്യത്തിന്റെ കണ്ണാടി 2 കാര്യങ്ങൾ പ്രതിഫലിക്കുന്നു എന്ന് മനസ്സിലാക്കുക എന്നതാണ്. നിങ്ങളും തമ്മിലുള്ള ബന്ധവും നിങ്ങളും ചുറ്റുമുള്ള ലോകവും തമ്മിലുള്ള ബന്ധവും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, യാഥാർത്ഥ്യത്തിന്റെ കണ്ണാടിയിൽ നിങ്ങൾ കാണുന്നത് നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നതിന്റെയും ലോകത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നതിന്റെയും ഒരു പ്രൊജക്ഷനാണ്. നിങ്ങൾ നിങ്ങളെ നോക്കിയിട്ട് ഞാൻ അത്ര നല്ലവനല്ലെന്ന് ചിന്തിച്ചാൽ കണ്ണാടി ആ വിശ്വാസം പ്രതിഫലിക്കും. ഞാൻ അത്ര നല്ലവനല്ല, എനിക്കിത് ചെയ്യാൻ കഴിയില്ല, കാരണം ഞാൻ അത്ര നല്ലവനല്ല. അപ്പോൾ കണ്ണാടി പ്രതികരിക്കും, നിങ്ങൾ അത്ര നല്ലവനല്ല, നിങ്ങൾ എന്തുകൊണ്ടത്ര നല്ലവനല്ല എന്നതിന്റെ കൂടുതൽ തെളിവുകളിതാ. നിങ്ങൾ യാഥാർത്ഥ്യത്തിന്റെ കണ്ണാടിയിലേക്ക് അയക്കുന്ന സന്ദേശങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പ്രതിഫലനം. യാഥാർത്ഥ്യത്തിന്റെ കണ്ണാടി നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങളെ എപ്പോഴും ശരിവെക്കാൻ തയ്യാറുള്ള ഒരു വിശ്വസ്ത സുഹൃത്തിനെ പോലെയാണ്. അതിനാൽ നമ്മൾ പ്രതിഫലിച്ച ഇമേജ് നേരിട്ട് മാറ്റാൻ ശ്രമിക്കുന്നതിന് പകരം കണ്ണാടിക്ക് മുന്നിൽ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്ന ഇമേജ് എങ്ങനെ മാറ്റാമെന്ന് പഠിക്കണം. ഇത് ഒരാളെ സ്വാധീനിക്കുന്നതിന് സമാനമാണ്. ഒരാളോട് അത് ചെയ്യരുത് എന്ന് നേരിട്ട് പറഞ്ഞാൽ അത് വിലക്കിയ കാര്യം തന്നെ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ നമ്മൾ പ്രചോദിപ്പിക്കാനും പ്രേരിപ്പിക്കാനും തിരഞ്ഞെടുക്കുകയും ചില പ്രവർത്തനങ്ങൾ ഒഴിവാക്കാനുള്ള ശക്തമായ കാരണങ്ങൾ നൽകുകയും അതുണ്ടാക്കാൻ സാധ്യതയുള്ള നെഗറ്റീവ് ഫലങ്ങൾ വിശദീകരിക്കുകയും ചെയ്താൽ ആ വ്യക്തിക്ക് നമ്മുടെ സ്വാധീനം കേൾക്കാനും അംഗീകരിക്കാനും താൽപ്പര്യമുണ്ടാകും. അതിനാൽ നമ്മുടെ ലക്ഷ്യം ലോകത്തെ പരോക്ഷമായി സ്വാധീനിക്കുക എന്നതാണ്. യാഥാർത്ഥ്യത്തിന്റെ കണ്ണാടി നിങ്ങൾ പറയുന്ന കാര്യങ്ങളെ കൂടുതൽ തീവ്രമാക്കുന്നു. അത് നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ കാഴ്ചപ്പാടിനെക്കുറിച്ചും നിങ്ങൾ മനസ്സിൽ ശരിയെന്ന് കരുതുന്ന കാര്യങ്ങളെ എപ്പോഴും പ്രതിഫലിക്കും. ഇത് ഏറ്റവും നിർണായകമായ താക്കോലുകളിൽ ഒന്നാണെന്ന് ഓർക്കുക. ഇപ്പോൾ ചോദ്യമിതാണ്: നമുക്കിതെങ്ങനെ മാറ്റാൻ കഴിയും? ഈ പാറ്റേൺ എങ്ങനെ തകർക്കാനും നമ്മൾ ആഗ്രഹിക്കുന്നത് ബോധപൂർവം എങ്ങനെ തിരഞ്ഞെടുക്കാനും കഴിയും? നിങ്ങളുടെ സ്വന്തം വ്യക്തിത്വവും ലോകത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടും നിങ്ങൾ സൃഷ്ടിക്കണം. ഇത് എങ്ങനെ ചെയ്യണമെന്ന് ഞാനൊരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം. ആദ്യം, ദീർഘകാലത്തേക്ക് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് വ്യക്തമാക്കുക. ഉദാഹരണത്തിന്, 10 വർഷം കഴിഞ്ഞുള്ള ചിത്രം. ദിവസവും നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രവർത്തനം എന്താണ്? നിങ്ങളുടെ ജീവിതത്തെ ഒരു തുടർച്ചയായ കണ്ടെത്തൽ യാത്രയാക്കുന്നതെന്താണ്? എന്നിട്ട് സ്വയം ചോദിക്കുക, ഞാൻ എന്താണ് ആയിക്കൊണ്ടിരിക്കുന്നത്? ഈ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ എനിക്ക് എന്തൊക്കെ സ്വഭാവങ്ങളും സവിശേഷതകളുമുണ്ട്? ഇത് വളരെ പ്രധാനമാണ്. അടുത്തതായി, നിങ്ങളുടെ ലോകവീക്ഷണം എന്താണെന്ന് പരിഗണിക്കുക. നിങ്ങൾ ഈ യാഥാർത്ഥ്യം ജീവിക്കുമ്പോൾ ലോകത്തെ എങ്ങനെ കാണുന്നു? ഈ കാര്യങ്ങളെല്ലാം അനുഭവിക്കുമ്പോൾ നിങ്ങൾ ലോകത്തെ എങ്ങനെ കാണുന്നു?
ശക്തമായ പോസിറ്റീവ് ചിന്തകൾക്ക് ജീവൻ നൽകാൻ ഒരു നിമിഷം സമയം കണ്ടെത്തുക. ആദ്യം നിങ്ങളുടെ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടാക്കുക. ഞാൻ മൂല്യമുള്ളവനാണ്. ഞാൻ സമൃദ്ധിയുടെ കാന്തമാണ്, കാരണം ഒരു ആൽക്കമിസ്റ്റിന്റെ മാന്ത്രിക സ്പർശം എന്നിലുണ്ട്. ഇതുപോലെ എന്തുമാകാം. പിന്നെ ലോകത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുമായി ബന്ധപ്പെട്ട ചിന്തകൾ ഉണ്ടാക്കുക. ഉദാഹരണത്തിന്, ലോകം എനിക്ക് അനുകൂലമായി ഗൂഢാലോചന നടത്തുന്നു. എല്ലാം ശരിയായ സമയത്തും ദിവ്യമായ പദ്ധതിക്കനുസരിച്ചും സംഭവിക്കുന്നു. നിങ്ങൾ ദിവസവും ഈ ചിന്തകൾ ആവർത്തിക്കാനും അവയെ മനസ്സിൽ ഉറപ്പിക്കാനും സ്വയം അർപ്പിക്കുമ്പോൾ ഒരു അവിശ്വസനീയമായ മാറ്റത്തിന് സാക്ഷ്യം വഹിക്കാൻ തയ്യാറാവുക. ഇന്ന് നിങ്ങൾക്ക് വളരെ പ്രയാസമുള്ളതാണെന്ന് തോന്നുന്ന ഒന്ന് നാളെ നിങ്ങൾക്ക് നേടാൻ കഴിയില്ലെന്ന് അർത്ഥമാക്കുന്നില്ല. എല്ലാത്തിനും സമയവും പരിശീലനവും ക്ഷമയും ആവശ്യമാണ്. അതിനാൽ നിങ്ങളുടെ സമയത്തെ ബഹുമാനിക്കുക. എന്നാൽ ചില ഭയങ്ങൾ അസാധാരണമായ കാര്യങ്ങൾ നേടുന്നതിൽ നിന്ന് നിങ്ങളെ തടയാൻ അനുവദിക്കരുത്. അതുകൊണ്ട് ഈ വ്യായാമം ചെയ്യാൻ ഒരു നിമിഷം മാറ്റിവെക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമായ വിപ്ലവം സൃഷ്ടിക്കാൻ ഇതിന് കഴിവുണ്ട്. ഇനി താക്കോൽ നമ്പർ 2 പോകാം. നമ്മുടെ ഭൗതിക ലോകത്ത് നമ്മൾ കാണുന്ന പ്രതിഫലനം ഒരു നിശ്ചിത കാലതാമസത്തോടെയാണ് രൂപപ്പെടുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട്? ഇവിടെ കാരണമിതാ. നമ്മുടെ ഉള്ളിലെ ലോകത്തിൽ നമുക്കൊരു ചിത്രം തൽക്ഷണം സൃഷ്ടിക്കാൻ കഴിയും. കണ്ണടച്ച് നമ്മൾ ആഗ്രഹിക്കുന്നത് ദൃശ്യവൽക്കരിച്ചാൽ മതി. ഈ തലത്തിൽ അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. എന്നിരുന്നാലും ഭൗതിക തലത്തിൽ കാര്യങ്ങൾ പ്രത്യക്ഷപ്പെടാൻ കുറച്ച് സമയമെടുക്കും. കാരണം ഭൗതിക വസ്തുക്കൾക്ക് അതിൻ്റേതായ സാന്ദ്രതയുണ്ട്. എല്ലാം തൽക്ഷണം പ്രത്യക്ഷമാക്കാൻ, പ്രകൃതി നിയമങ്ങളെ ലംഘിക്കാൻ അതിന് കഴിയില്ല. അതിനാൽ അടുത്ത താക്കോൽ ഇതാണ്. നിങ്ങളുടെ ആഗ്രഹം പ്രത്യക്ഷപ്പെടുന്നതുവരെ നിങ്ങൾ സ്ഥാപിച്ച വിശ്വാസത്തെ മുറുകെ പിടിക്കണം. ഇതിനർത്ഥം നിങ്ങളുടെ ലക്ഷ്യം വെളിപ്പെടുന്നതുവരെ നിങ്ങൾ സൃഷ്ടിച്ച വ്യക്തിത്വത്തോടും ലോകവീക്ഷണത്തോടും നിങ്ങൾ വിശ്വസ്തനായിരിക്കണം. നിങ്ങൾ എന്താവാൻ ആഗ്രഹിക്കുന്നുവോ അത് ഇതിനകമായി കഴിഞ്ഞ ഒരാളുടെ വ്യക്തിത്വം സ്വീകരിച്ചുകൊണ്ട് തുടങ്ങുക. ആ വ്യക്തി എങ്ങനെ പ്രവർത്തിക്കുമെന്ന് സ്വയം ചോദിക്കുക. ആ വ്യക്തിത്വത്തെ മതിയായ സമയം മുറുകെ പിടിക്കുക. ആളുകൾ ഇതനുഭവിക്കാൻ തുടങ്ങുമ്പോൾ ഒരു രസകരമായ പ്രതിഭാസം സംഭവിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ഉയർച്ചകളും താഴ്ചകളുമുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നു. അവരുടെ ലക്ഷ്യം സഫലമാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അവർ ഒരു വിശ്വാസവും വ്യക്തിത്വവും സ്ഥാപിക്കുന്നു. പക്ഷേ ഫലം ഉടൻ പ്രത്യക്ഷപ്പെടുന്നില്ല. അപ്പോൾ അവരുടെ മാനസികാവസ്ഥ ആ വിശ്വാസത്തോടൊപ്പം താഴാൻ തുടങ്ങുന്നു. നിങ്ങളുടെ മാനസികാവസ്ഥ ഏറ്റവും താഴ്ന്ന നിലയിലെത്തുമ്പോൾ പെട്ടെന്ന് അതിന്റെ പ്രകടനം വെളിപ്പെടുന്നു. എന്നിരുന്നാലും അത് വെളിപ്പെടുമ്പോൾ അത് നിങ്ങളുടെ മുൻപുള്ള നെഗറ്റീവ് മനോഭാവത്തെ ഒരു നിശ്ചിത കാലതാമസത്തോടെ പ്രതിഫലിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ പ്രകടമാകുന്ന കാര്യങ്ങൾ വീണ്ടും മോശമാകാൻ തുടങ്ങുന്നു. കാരണം അത് നിങ്ങളുടെ മാനസികാവസ്ഥയെ പ്രതിഫലിക്കുന്നു. ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുതരം തരംഗങ്ങൾ, ഒരു ചക്രമുണ്ടാകുന്നു. അതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. നിങ്ങൾക്ക് ഉയർച്ചകളും താഴ്ചകളും അനുഭവപ്പെടും. അവയെ ഒഴിവാക്കാൻ കഴിയില്ല. ഈ ചക്രം മുറിക്കാൻ നിങ്ങൾ സൃഷ്ടിച്ച വ്യക്തിത്വത്തോടും ലോകവീക്ഷണത്തോടും എപ്പോഴും വിശ്വസ്തനായിരിക്കുക എന്നതാണ് പ്രധാന താക്കോൽ. ഇനി ഞാൻ വളരെയധികം പ്രാധാന്യത്തോടെ കാണുന്നതും ദിവസവും പരിശീലിക്കുന്നതുമായ അടുത്ത താക്കോലിലേക്ക് പോകാം. യാഥാർത്ഥ്യത്തിന്റെ കണ്ണാടി നിങ്ങളുടെ ചിന്തകളുടെ സ്വഭാവത്തെയല്ല, മറിച്ച് അവയുടെ ശുദ്ധീകരിക്കപ്പെട്ട ഉള്ളടക്കത്തെയാണ് പ്രതിഫലിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ ഉടൻ വിശദീകരിക്കാം. ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾ എപ്പോഴും അതൃപ്തി പ്രകടിപ്പിക്കുന്നു. എന്നാൽ നിങ്ങളുടെ അതൃപ്തിക്കൊരു ഉള്ളടക്കമുണ്ട്. ഉദാഹരണത്തിന്, എന്റെ ജോബ് എനിക്കിഷ്ടമല്ല, എന്റെ ബോസിനെ എനിക്കിഷ്ടമല്ല, എന്റെ പങ്കാളിയെ എനിക്കിഷ്ടമല്ല, എനിക്ക് അടയ്ക്കേണ്ട ബില്ലുകൾ എനിക്കിഷ്ടമല്ല. കണ്ണാടി വെറുപ്പിനെയല്ല, മറിച്ച് നിങ്ങളുടെ വെറുപ്പിന്റെ പ്രത്യേക ഉള്ളടക്കത്തെയാണ് പ്രതിഫലിക്കുന്നത്. ഉദാഹരണത്തിന്, എനിക്ക് ബില്ലുകൾ വെറുപ്പാണ്. തൽഫലമായി നിങ്ങൾക്ക് കൂടുതൽ ബില്ലുകൾ ലഭിക്കുന്നു. എനിക്ക് എന്റെ ജോലി വെറുപ്പാണ്. ജോലിയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അതൃപ്തി വർദ്ധിപ്പിക്കാൻ കൂടുതൽ സാഹചര്യങ്ങളുണ്ടാകും. ഇങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്. നിങ്ങൾക്കില്ലാത്തതിനെക്കുറിച്ചും നിങ്ങൾ ആഗ്രഹിക്കാത്തതിനെക്കുറിച്ചും നിങ്ങൾ കൂടുതൽ പരാതിപ്പെടുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ തുടർന്നും പ്രതിഫലിക്കും. ഇത് നിങ്ങളുടെ ലോകവീക്ഷണവും വ്യക്തിത്വവും സ്ഥിരീകരിക്കാൻ കൂടുതൽ കാരണങ്ങൾ നൽകുന്നു. ഒരു ദാരിദ്ര്യ മനോഭാവവും സമൃദ്ധി മനോഭാവവും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം ഇതാണ്. ഇത് ഗ്ലാസ് പകുതി നിറഞ്ഞതാണോ അതോ പകുതി ഒഴിഞ്ഞതാണോ എന്ന് കാണുന്നതിനെക്കുറിച്ചാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോഗിക്കാനുള്ള താക്കോൽ ലളിതമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നതിലും നിങ്ങൾക്ക് ഇതിനകമുള്ളതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഏതൊരു മാറ്റവും സംഭവിക്കണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. നിങ്ങൾക്കുള്ളതെല്ലാം, നിങ്ങൾ നേടിയ പുരോഗതി, നിങ്ങൾക്കുള്ള മനോഹരമായ കുടുംബം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. ഒരു നിമിഷം നിർത്തി ചിന്തിക്കുക. ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നത്? എന്റെ ജീവിതത്തെ ഒരു യഥാർത്ഥ കണ്ടെത്തൽ യാത്രയാക്കുന്നത് എന്താണ്? അതെങ്ങനെയിരിക്കും? എങ്ങനെയത് അനുഭവപ്പെടുന്നു? നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതവും നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതവും തമ്മിലുള്ള അകലം കുറയാൻ തുടങ്ങും. കാരണം നിങ്ങളുടെ കംഫർട്ട് സോണിന്റെ അതിരുകൾ നിങ്ങൾ തള്ളിമാറ്റാൻ തുടങ്ങുന്നു. അതാണ് മൂന്നാമത്തെ താക്കോൽ. ഇനി അവസാനത്തേതും എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ 4ാമത്തെ താക്കോലിലേക്ക് പോകാം. മിറർ സൈക്കിൾ. ഇതെല്ലാം എന്നേക്കുമായി മാറ്റും.
കാരണം ഈ മിറർ സൈക്കിൾ നിങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പഠിച്ചാൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കിനി അത്രയും അനിശ്ചിതത്വമുണ്ടാവില്ല. നിങ്ങളുടെ കൺമുൻപിൽ യാഥാർത്ഥ്യം മാറുന്നത് നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ കാണും. ഇതെല്ലാം ഒരു നിരീക്ഷണത്തോടെയാണ് തുടങ്ങുന്നത്. അപ്പോൾ എന്താണ് നിങ്ങളുടെ മുൻകാല പിന്നോക്ക മനോഭാവം? മുൻകാലങ്ങളിൽ സംഭവിച്ച എല്ലാ പരാതികളും, മോശം കാര്യങ്ങളും അല്ലെങ്കിൽ അബോധാവസ്ഥയിലുള്ള തിരഞ്ഞെടുപ്പുകളും. അതാണ് ഇപ്പോഴത്തെ നിമിഷം. നിങ്ങൾ ഇപ്പോഴത്തെ നിമിഷം നോക്കുമ്പോൾ, ഉദാഹരണത്തിന് അടയ്ക്കാനുള്ള ബില്ലുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ജോലിയും നേരിടുമ്പോൾ, നിങ്ങൾ ഇത് നിരീക്ഷിക്കുകയും അത് നിങ്ങളുടെ മനോഭാവം രൂപപ്പെടുത്താൻ ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഞാൻ ചിത്രമെന്ന് പറയുമ്പോൾ കണ്ണാടിക്ക് മുന്നിൽ നമ്മൾ അവതരിപ്പിക്കുന്ന ആന്തരിക മനോഭാവം, ചിന്തകൾ, വികാരങ്ങൾ എന്നിവയാണ് ഞാൻ അർത്ഥമാക്കുന്നത്. നമ്മൾ ആ ചിത്രം രൂപപ്പെടുത്തുമ്പോൾ കണ്ണാടിക്ക് അത് പ്രതിഫലിക്കുകയല്ലാതെ മറ്റു മാർഗമില്ല. അതിനാൽ അത് പ്രതിഫലിപ്പിക്കുകയും പ്രതിഫലിച്ച ചിത്രത്തിനനുസരിച്ച് യാഥാർത്ഥ്യം രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നാൽ സാധാരണയായി സംഭവിക്കുന്നത് മിക്ക ആളുകളും വീണ്ടും പ്രതിഫലനം നോക്കുകയും ഈ ചക്രത്തിൽ കുടുങ്ങുകയും ചെയ്യുന്നു എന്നതാണ്. മിക്ക ആളുകളും അകപ്പെടുന്ന ഒരു ആസക്തിയുടെ കെണിയാണിത്. അവർ നിരീക്ഷിക്കുകയും ആ പാറ്റേണിൽ കുടുങ്ങുകയും ചെയ്യുന്നു. അവസാനം, ഇത് വീണ്ടും വീണ്ടും സംഭവിക്കുന്നു, ഞാൻ എന്താണ് തെറ്റായി ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ല എന്ന് അവർ ചിന്തിക്കുന്നു. എന്നിട്ട് അവർ വ്യത്യസ്ത തന്ത്രങ്ങളും പരീക്ഷിക്കുന്നു. അവർ പുതിയ ബിസിനസ് തന്ത്രങ്ങൾ പരീക്ഷിക്കുന്നു, പുതിയൊരു ബിസിനസ് തുടങ്ങാൻ ശ്രമിക്കുന്നു. ഒന്നും ഫലിക്കുന്നില്ല. കുറച്ചുകാലം അത് പ്രവർത്തിക്കുന്നത് പോലെ തോന്നുന്നു, അവർക്ക് ആവേശം നൽകുന്നു. പക്ഷേ അവർ വീണ്ടും ആ പാറ്റേണിലേക്ക് മടങ്ങുന്നു, കാരണം അവർക്ക് ഒരു ആന്തരിക മാറ്റം വരുത്താൻ കഴിയുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളെ ഒരു പ്രധാന കാര്യം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ലോകവീക്ഷണത്തിലും വ്യക്തിത്വത്തിലും അടിസ്ഥാനപരമായ മാറ്റമൊന്നും സംഭവിക്കാത്തതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അതിനാൽ ഇത് ചെയ്യാനുള്ള വഴി ഈ പ്രക്രിയയെ വിപരീതമാക്കുക എന്നതാണ്. മിക്ക ആളുകൾക്കും അവർ ആദ്യം നിരീക്ഷിക്കുകയും പിന്നെ ചിത്രമുണ്ടാക്കുകയും പിന്നീട് പ്രതിഫലിക്കുകയും ചെയ്യുന്നു. ഇതാണ് സാധാരണ ചക്രം. എന്നാൽ നിങ്ങളൊരു സഹസ്രഷ്ടാവാകാൻ, നിങ്ങളുടെ യാഥാർത്ഥ്യത്തിന്റെ ഒരു യഥാർത്ഥ സ്രഷ്ടാവാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഈ ചക്രം വിപരീതമാക്കണം. ഞാനിത് പറയുന്നു കാരണം ഞാൻ തന്നെ വർഷങ്ങളോളം ഇതിലൂടെ കടന്നുപോയിട്ടുണ്ട്. എന്നാൽ ഞാൻ ഈ ചക്രം ശരിക്കും മനസ്സിലാക്കിയപ്പോൾ എല്ലാം മാറി. ഈ ചക്രം തകർക്കാൻ നമ്മൾ ആദ്യം രൂപപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ചിത്രം ഉപയോഗിച്ച് തുടങ്ങുന്നു. നമ്മൾ പ്രതിഫലനത്തിൽ നിന്ന് മുഖം തിരിക്കുന്നു. നമ്മുടെ ഇപ്പോഴത്തെ യാഥാർത്ഥ്യത്തിലേക്ക് നോക്കുന്നതിൽ നിന്ന് നമ്മൾ മുഖം തിരിക്കുന്നു. കാരണം നമ്മുടെ ചുറ്റുമുള്ളത് മുൻകാലങ്ങളിലെടുത്ത തീരുമാനങ്ങളിൽ നിന്ന് മാത്രം രൂപപ്പെട്ടതാണെന്ന് നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങുന്നു. നിങ്ങളിത് മനസ്സിലാക്കണം, അല്ലെങ്കിൽ ഒന്നും മാറില്ല. എനിക്ക് നാളെയെ രൂപപ്പെടുത്തണമെങ്കിൽ ഞാൻ ഇന്ന് ബോധപൂർവം തിരഞ്ഞെടുക്കുന്നു. അതിനാൽ നമ്മൾ ചിത്രം ഉപയോഗിച്ച് തുടങ്ങുന്നു. നമ്മൾ ആ ചിത്രം തിരഞ്ഞെടുത്ത്, ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഇതാണ് എനിക്കുള്ളത് എന്ന് പറയുമ്പോൾ കണ്ണാടിക്ക് ചെറിയ അളവിൽ പതിയെ അത് പ്രതിഫലിപ്പിക്കാൻ തുടങ്ങുകയല്ലാതെ മറ്റു മാർഗമില്ല. ചെറിയ മാറ്റങ്ങൾ പോലും സാവധാനം, കാലതാമസത്തോടെ സംഭവിക്കും. അപ്പോൾ നമ്മൾ അടുത്തതായി എന്തു ചെയ്യും? നിരീക്ഷിക്കുന്നതിന് പകരം നമ്മൾ സ്ഥിരീകരിക്കുന്നു. എന്താണ് പ്രവർത്തിക്കുന്നത് എന്ന് കാണാൻ നമ്മൾ കണ്ണാടിയിൽ ഒരു നോട്ടം നോക്കുന്നു. ആ പ്രതിഫലനം കാണുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നു, അത് പ്രവർത്തിക്കുന്നു. നോക്കൂ, അത് സംഭവിച്ചു. നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം വേണമെങ്കിൽ കാലക്രമേണ ആളുകൾ നിങ്ങളെ കൂടുതൽ നന്നായി സ്വാഗതം ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കും. നിങ്ങളുടെ ജോലിയുടെ അല്ലെങ്കിൽ ബിസിനസിന്റെ ചില വശങ്ങൾ മെച്ചപ്പെടുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കാര്യങ്ങൾ മെച്ചപ്പെട്ടു വരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കും. നിങ്ങളുടെ ലോകം മുഴുവൻ തകർന്നുകൊണ്ടിരിക്കുകയായിരിക്കാം. എന്നാൽ നിങ്ങൾ തിരഞ്ഞെടുത്ത് സൃഷ്ടിക്കാൻ തുടങ്ങിയ ആ ലോകവീക്ഷണത്തോടും വ്യക്തിത്വത്തോടും യോജിക്കുന്ന കാര്യങ്ങളിൽ മാത്രം നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ആശയം ഇതാണ്: നിങ്ങൾ എപ്പോഴും ഇത് ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങൾ എത്രത്തോളം ഇത് ചെയ്യുന്നുവോ അത് നിങ്ങൾ ഇതുവരെ സങ്കല്പിക്കാത്ത ഒന്നിനേക്കാൾ അപ്പുറത്തേക്ക് മാറും. നിങ്ങൾ ഈ തത്വങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ജീവിതം പൂർണ്ണമായും മാറും. സുഹൃത്തുക്കളെ, ഇത് യാഥാർത്ഥ്യമാണ്. ഞാൻ പ്രാവർത്തികമാക്കിയ ഒന്നാണ് ഇത്. അത് ശരിക്കും പ്രവർത്തിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങൾക്ക് കൈമാറുന്നത്. എന്റെ ആത്മീയ യാത്രയുടെ തുടക്കത്തിൽ ഇത് അസംബന്ധമാണെന്ന് ഞാൻ കരുതി. എന്നാൽ ഞാൻ ഫലങ്ങൾ കണ്ടപ്പോൾ അത് ഭ്രാന്തായിരുന്നു. ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ എന്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി, ഞാൻ സങ്കൽപ്പിച്ചതിനും അപ്പുറം. യാഥാർത്ഥ്യത്തിന്റെ കണ്ണാടിയുടെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ പലപ്പോഴും അവഗണിക്കുന്ന ഒരു ആന്തരിക ശക്തി നമ്മൾ കണ്ടെത്തുന്നു. നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്നത് നമ്മുടെ വിശ്വാസങ്ങളുടെ, വ്യക്തിത്വത്തിന്റെ, ലോകവീക്ഷണത്തിന്റെ ഒരു പ്രതിധ്വനിയാണ്. എന്നാൽ മാറ്റത്തിന്റെ രഹസ്യം യാഥാർത്ഥ്യത്തെ നിരീക്ഷിക്കുന്നതിനു പകരം നമ്മൾ ആരാകാൻ ആഗ്രഹിക്കുന്നു എന്നതിന്റെയും നമ്മൾ എന്താണ് നേടാൻ ആഗ്രഹിക്കുന്നത് എന്നതിന്റെയും ചിത്രം ഉപയോഗിച്ച് നമ്മുടെ വിധിയെ രൂപപ്പെടുത്തുക എന്നതാണ്. നമ്മൾ ഈ പുതിയ ചിത്രം രൂപപ്പെടുത്തുമ്പോൾ യാഥാർത്ഥ്യത്തിന്റെ കണ്ണാടി ചെറിയ മാറ്റങ്ങളോടെ പ്രതികരിക്കുന്നു, പതിയെ സ്വയം മാറുന്നു. യാഥാർത്ഥ്യത്തിന്റെ കണ്ണാടിക്ക് പരിധികളില്ല. അത് നമ്മൾ നൽകുന്നതിനോട് മാത്രം പ്രതികരിക്കുന്നു. ഒരു ആൽക്കമിസ്റ്റ് ഈയത്തെ സ്വർണമാക്കുന്നതുപോലെ നമുക്ക് സമൃദ്ധിയുടെ മനോഭാവം സ്വീകരിച്ചുകൊണ്ട് നമുക്കുള്ളതിലും നമ്മൾ ആഗ്രഹിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കാം. അവസാനമായി, യാഥാർത്ഥ്യത്തിന്റെ കണ്ണാടിയിലൂടെയുള്ള നമ്മുടെ യാത്ര നമ്മളുടെ ഉള്ളിലെ സത്യത്തിനായുള്ള ഒരു തിരച്ചിലാണ്.
കൂടാതെ സൃഷ്ടിക്കാനും കണ്ടുപിടിക്കാനും അതിജീവിപ്പിക്കാനുമുള്ള നമ്മുടെ കഴിവിന്റെ ഒരു ആഘോഷവുമാണ്. ഈ അറിവ് നിങ്ങളുടെ ജീവിതയാത്രയിലൂടെ നിങ്ങളെ നയിക്കുന്ന ഒരു തീനാളമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങളുടെ യാഥാർത്ഥ്യം സൃഷ്ടിക്കാൻ നിങ്ങളെ സഹായിക്കുന്നു. ഈ യാത്രയിൽ എന്നോടൊപ്പം ചേർന്നതിന് നന്ദി. ഈ വീഡിയോ നിങ്ങളെ സ്വാധീനിച്ചുവെങ്കിൽ ഞാൻ നിങ്ങളെ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ക്ഷണിക്കുന്നു. മറ്റുള്ളവർക്ക് ഈ സന്ദേശം പ്രയോജനപ്പെടാൻ ഈ വീഡിയോ പങ്കിടുക. നിങ്ങളുടെ ചിന്തകളും പ്രതിഫലനങ്ങളും അനുഭവങ്ങളും താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. കണ്ടതിനും എന്നോടൊപ്പം ചേർന്നതിനും വീണ്ടും നന്ദി. ശ്രദ്ധിക്കുക. ഉടൻ കാണാം.